16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ഇന്ന് 9 മണിക്ക് നടക്കും. അരൂരിൽ നിന്നും വിജയിച്ച കോൺഗ്രസ് MLA ഷാനിമോൾ ഉസ്മാനെയാണ് UDF ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി പട്ടാമ്പിയിൽ നിന്നുള്ള CPI അംഗം മുഹമ്മദ് മുഹ്സിനും മത്സരരംഗത്തുണ്ട്. അമൽ തേനമ്പറമ്പൽ വിവരങ്ങൾ നൽകും. അമൽ, ഗുഡ് മോർണിംഗ്. എന്താണ് സഭയുമായി ബന്ധപ്പെട്ട ഇന്ന് നടക്കുക? വിവരങ്ങൾ എന്തൊക്കെ? മോദി, ഇന്ന് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പാണ് ആദ്യം നടക്കുന്നത്. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് 16ാം കേരള നിയമസഭ വീണ്ടും പുനരാരംഭിക്കുന്നത്. ആദ്യ ദിവസം MLA-മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. അതിനുശേഷം പിന്നീട് ആദ്യം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ്, പിന്നീട് MLA-മാരുടെ സത്യപ്രതിജ്ഞ. ഇന്നിപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ തന്നെ UDF-ന് അനായാസം ഈ ഷാനിമോൾ ഉസ്മാനെ വിജയിപ്പിച്ചെടുക്കാനാകും. 140 അംഗ സഭയിൽ 102 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് UDF-നുള്ളത്. അതിനാൽ തന്നെ കാര്യമായ മത്സരം ഷാനിമോൾ ഉസ്മാന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ പോരാട്ടം എന്നുള്ള നിലയിൽ CPI-യും മത്സരരംഗത്തുണ്ട്. LDF-ഉം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. മുഹമ്മദ് മുഹ്സിനാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച BJP പക്ഷേ ഇത്തവണ മത്സരരംഗത്തേക്കില്ല. അവർ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ 137 പേരുടെ വോട്ടുകൾ മാത്രമേ ഇന്ന് രേഖപ്പെടുത്തൂ. സ്പീക്കർ അടക്കം 137 പേരുടെ വോട്ടുകൾ രേഖപ്പെടുത്തും. മറ്റ് 3 പേർ വിട്ടുനിൽക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് എന്ന് പറയുന്നത്. അതിൽ 102 പേരുടെ പിന്തുണ ഷാനിമോൾ ഉസ്മാനുണ്ടാകും. അവശേഷിക്കുന്ന 35 അംഗങ്ങളുടെ പിന്തുണ LDF സ്ഥാനാർത്ഥിക്കും ഉണ്ടാകും. അത്തരത്തിലാണ് കണക്കുകൾ. അതിനുശേഷമാകും സഭയിൽ രാഷ്ട്രീയം ചർച്ചയാകാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഗവർണറുടെ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുകയാണ്. എമിൻസിൻ്റാണ് നന്ദി പ്രമേയത്തിൽ ഉള്ള അതിന് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത്. അതിൽ ചർച്ച വിശദമായി തന്നെ നടക്കും. സമകാലിക കേരളത്തിൽ നടന്ന രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം സഭ ഇപ്പോൾ ചേർന്നിട്ട് ഒരുപാട് കാലമായി. അതിനാൽ തന്നെ ആ വിഷയങ്ങളെല്ലാം സജീവമായ ചർച്ചയ്ക്കെത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ ഫലം അടക്കമുള്ള വിഷയങ്ങൾ വിശകലനം ചെയ്യപ്പെടും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ED റെയ്ഡ് അടക്കമുള്ള സമീപകാലത്ത് നടന്ന എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും സഭയ്ക്ക് മുന്നിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിഷയത്തിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രതിരോധം പ്രതിപക്ഷത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഈ വിഷയമായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ചയാകാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനുശേഷം ഇന്നും അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളും 3 ദിവസങ്ങളിലായാണ് ഈ നന്ദിപ്രമേയ ചർച്ച വെച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് പിരിഞ്ഞ സഭ 16ാം തീയതിയാണ് ചേരുന്നത്. 16ാം തീയതി VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ എന്തായാലും ഈ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ചർച്ചകൾക്കായാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. മോദി.